എല്ലാം പങ്കുവയ്ക്കാൻ ഒരാളുള്ളത് നല്ലതല്ലേ. പറ്റപ്പെടുമ്പോൾ ചിലപ്പോൾ നമുക്ക് അങ്ങനെയൊക്കെ ചിന്തിക്കേണ്ടി വരും. പ്രതീക്ഷിക്കാതെ എന്നോടൊന്ന് പെട്ടെന്ന് വിളിച്ചിട്ട് പറഞ്ഞു ഡബ് ചെയ്യാമോ എന്ന് ചോദിച്ചു. അപ്പോൾ മീര വാസുദേവനെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഡബ് ചെയ്തു, ആ കാര്യമാണ് പറഞ്ഞത്. അപ്പോൾ ഞാൻ ഡബ് ചെയ്തിട്ടില്ല, ആദ്യമായിട്ട് ഒരു ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ തോമസ് ചേട്ടന് ഞാൻ വന്ന കാലം തൊട്ട് ഇതിൻ്റെ ഡയറക്ടർ തോമസ് സെബാസ്റ്റ്യൻ വന്ന കാലം തൊട്ടുള്ള പരിചയമാണ്. അപ്പോൾ അങ്ങനെ എന്നോടൊന്ന് ഡബ് ചെയ്യുമ്പോൾ അത് മാച്ച് ആവണില്ല, അത് ആരൊക്കെയോ ചെയ്തിട്ട് എന്ന് ചോദിച്ചു. അപ്പോൾ എനിക്കറിയില്ല, വേറൊരാൾക്ക് ഞാൻ ചെയ്തിട്ടില്ല, ഞാൻ ചെയ്ത് നോക്കാം എന്ന് പറഞ്ഞ് പരീക്ഷിച്ച് നോക്കിയതാണ്. ശരിയായില്ലോ എന്നൊന്നും എനിക്കറിയില്ല. അതാണ് എൻ്റെ ആ ശബ്ദം വരാനും പാടില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് എങ്ങനെയായെന്നുള്ളത് നിങ്ങൾ സിനിമ കണ്ടിട്ട് പറഞ്ഞാൽ മതി. കണ്ടായിരുന്നോ മൂവി? മനസ്സിലാവുണ്ടോ ഞാനാണെന്ന്? അതാ ഞാൻ പറഞ്ഞത്. അതാണ്. അപ്പം അങ്ങനെ ഒന്ന് മാറ്റി ഒന്ന് ചെയ്ത് നോക്കിയത്. അപ്പോൾ എന്തോ ഓക്കെ. പുതിയ വിശേഷമൊന്നുമില്ല, ഇങ്ങനെ തന്നെ പോകണം. ഉപ്പുമുളക് നടക്കുന്നുണ്ട്. ഓക്കെ. സിനിമ വളരെ 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 ടച്ചിങ് ആയിട്ടുള്ളൊരു പടമാണ്. എന്താ പറയുക, സ്ത്രീകൾക്ക് ഒരിക്കലും ഇത് മിസ് ചെയ്യരുതെന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം അമ്മ എന്നുള്ളൊരു വികാരത്തെ സ്ത്രീ എങ്ങനെ കാണുന്നു എന്നുള്ളതാണ് ഈ സിനിമ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അത് കണ്ടിരിക്കണം. കണ്ടില്ലേ നഷ്ടമാണ്. നല്ല സബ്ജക്റ്റ് വളരെ അപൂർവം വല്ലപ്പോഴൊക്കെ സംഭവിക്കുന്നൊരു കാര്യമാണ്. അപ്പോൾ അങ്ങനെ ഒരു നല്ലൊരു സബ്ജക്റ്റ് വരുമ്പോൾ നമ്മൾ പ്രേക്ഷകർ വേണം അങ്ങനെയുള്ള മൂവി വിജയിപ്പിച്ച് കൊടുക്കാൻ. എല്ലാവരും കാണും, നല്ലൊരു പടമാണ്. ജാഫർക്ക് ഒരു രക്ഷയില്ല, വളരെ എല്ലാവരും വളരെ ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. അതെ അതെ അതെ. എന്ത് വിശേഷം? ജീവിതത്തിലേക്ക് കടന്ന് ഇങ്ങനെ പുതിയതല്ലല്ലോ, ജീവിതം എപ്പോഴും ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കണല്ലോ, അതിന് പുതുമയൊന്നും ഇല്ലല്ലോ. അത് ഇന്റർവ്യൂവിൽ ആ കുട്ടി ചോദിച്ചു, അതിന് ഞാൻ മറുപടി പറഞ്ഞു. ചോദിക്കട്ടെ, എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ പറയാം. ഓക്കെ, അത് നല്ല കാര്യമല്ലായിരുന്നു. അപ്പോൾ നല്ലത് എപ്പോഴെങ്കിലും ചെയ്യാമെന്ന് വിചാരിക്കണം, അത്രേ ഉള്ളൂ. എല്ലാ ആളുകളുടെയും സപ്പോർട്ടുണ്ട് ചേച്ചി, അതാണ്. അല്ല, എനിക്കങ്ങനെ തോന്നി. കാരണം വെച്ചാൽ എപ്പോഴും നമുക്കൊരു എല്ലാം പങ്കുവയ്ക്കാൻ ഒരാളുള്ളത് നല്ലതല്ലേ. പറ്റപ്പെടുമ്പോൾ ചിലപ്പോൾ നമുക്ക് അങ്ങനെയൊക്കെ ചിന്തിക്കേണ്ടി വരും. അപ്പം അങ്ങനെ ചിന്തിച്ചു, തെറ്റാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഓക്കെ മക്കളെ, എന്നാൽ ശരി. ഉപ്പും മുളകും പരമ്പരയിലെ എല്ലാ താരങ്ങളെയും എല്ലാ മലയാളികൾക്കും വളരെയധികം ഇഷ്ടമാണ്. അതിൽ പ്രധാനമായും പറയേണ്ടത് നീലു എന്ന കഥാപാത്രം അവതരിപ്പിക്കുന്ന നിഷ സാരംഗിനെയാണ്. ഉപ്പും മുളകും എന്ന ഒറ്റ പരമ്പര കൊണ്ട് നിരവധി ആരാധകരാണ് നിഷ സാരംഗിനുള്ളത്. കുറച്ചു ദിവസങ്ങൾക്ക് മുമ്പ് തന്റെ രണ്ടാം വിവാഹത്തെക്കുറിച്ച് നിഷ സാരംഗ് തുറന്നു സംസാരിച്ചിരുന്നു. തനിക്ക് സംസാരിക്കുവാനും തുറന്നു പറയാനും ഒരു കൂട്ടുവേണമെന്നും അങ്ങനെ ഒരാളെ കിട്ടിയാൽ ഉടൻ തന്നെ കല്യാണം കഴിക്കുമെന്നായിരുന്നു അന്ന് നിഷ സാരംഗ് തുറന്നു പറഞ്ഞത്. എന്നാൽ ഇപ്പോഴിതാ നിഷ സാരംഗിന്റെ രണ്ടാം വിവാഹം കഴിഞ്ഞിരിക്കുകയാണ്. നെറ്റിയിൽ സിന്ദൂരവും കഴുത്തിൽ താലിമാലയും അണിഞ്ഞു വന്ന നിഷ സാരംഗിനെ കണ്ടതോടുകൂടിയാണ് ആരാധകർ ഇത് ചർച്ചയാക്കുന്നത്. മക്കൾ രണ്ടുപേരും വളർന്നു വലുതായി. ഒരാൾ ഉപരിപഠനത്തിനും പോയി, ഒരാളുടെ കല്യാണവും കഴിഞ്ഞു. താൻ ഒറ്റയ്ക്കായി എന്ന് തോന്നിയപ്പോഴാണ് തനിക്കൊരു ജീവിതത്തിൽ കൂട്ടുവേണമെന്ന് ആലോചിച്ചത്. അത് വളരെ നല്ല കാര്യമാണെന്നും അത് തെറ്റായിട്ട് തനിക്ക് തോന്നിയിട്ടില്ല എന്നുമാണ് നീലു മാധ്യമപ്രവർത്തകരോട് സംസാരിച്ചത്. വാർത്ത പുറത്തു വന്നതോടുകൂടി നിരവധി ആരാധകരാണ് നിഷ സാരംഗിന് ആശംസകൾ അറിയിച്ച് രംഗത്തെത്തുന്നത്. ഉടൻ തന്നെ ഉപ്പും മുളകും പരമ്പരയിലേക്ക് തിരിച്ചെത്തണമെന്നും തങ്ങൾ കാത്തിരിക്കുകയാണെന്നും പറഞ്ഞ് നിരവധി ആരാധകർ രംഗത്തെത്തുന്നുണ്ട്. അത് പറയാൻ എനിക്ക് പേടിയാണ് കേട്ടോ. അത് മോൾക്ക് ഒരു പ്രപ്പോസൽ വന്നപ്പോൾ അവൾക്ക് അത് പറഞ്ഞിട്ട് അത് വേറെ ന്യൂസ് ആയിട്ടൊക്കെ വന്നു യൂട്യൂബിൽ. പിന്നെ സ്ഥിരം പരിപാടിയാണല്ലോ വേറെ ന്യൂസ്. അപ്പൊ അതുകൊണ്ട് അങ്ങനെയുള്ള ഈ അതുപോലും പറയാൻ പറ്റും. കുട്ടിക്ക് കല്യാണാലോചന വരണതിന് കുറിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പറയുന്ന വേറെ ന്യൂസ്, വരുന്ന അടുത്ത ന്യൂസ് പറഞ്ഞത് വേറെ എന്തെങ്കിലും ആയിരിക്കും. മനസ്സിലായോ? അതുകൊണ്ട് ഈ പെൺകുട്ടികളുള്ള വീട്ടിൽ ഇപ്പൊ ആൾക്കാർ പ്രപ്പോസലായിട്ട് വരും. അത് നേരെ വേറെ അടുത്ത ചാനലിൽ എടുത്തിരുന്നത് എനിക്ക് വന്നു എന്നും പറഞ്ഞായിരിക്കട്ടെ. അങ്ങനെ ഇട്ടു. അങ്ങനെ വന്നതുകൊണ്ട് എനിക്കിപ്പോൾ ആ പേര്
പറയാൻ പോലും പേടിയാണ്. ഉപ്പും മുളകിനകത്ത നീലു, അതായത് നിഷ സാരംഗ് വിവാഹിതയായി എന്നുള്ള രീതിക്കുള്ള അതായത് ന്യൂസും കാര്യങ്ങളൊക്കെ ഇപ്പൊ ഇങ്ങനെ നടന്ന് കറങ്ങിക്കൊണ്ടിരിക്കുന്നതാണ് നമ്മുടെ സോഷ്യൽ മീഡിയയിനകത്ത്. ഇപ്പൊ അവിടെ ഞാൻ നോക്കിയപ്പോഴത്തേക്ക് ഈ ഒരു സംഭവം കിടന്ന് ഇങ്ങനെ കണ്ടായിരുന്നു. പുള്ളിക്കാരിയുടെ ഒരു കേസ് നോക്കുകയാണെങ്കിൽ പുള്ളിക്കാരി ചെറുപ്പത്തിൽ തന്നെ അത്യാവശ്യം നല്ല രീതിക്ക് ചെറുപ്പത്തിൽ തന്നെ പുള്ളിക്കാരി കല്യാണം കഴിച്ച ഒരാളാണ് ഈ പറഞ്ഞ നിഷ സാരംഗ് എന്ന് പറയുന്നത്. അപ്പൊ ഇവര് അത് കഴിഞ്ഞിട്ട് പിന്നെ ഇവര് ഡിവോഴ്സ് ആയി, ഇപ്പൊ അവർക്കൊരു മോളുണ്ട്. അപ്പൊ ആ ഒരു ടൈമിനകത്ത് ഇവരൊരു വീഡിയോ, ഞാൻ ഫസ്റ്റ് കൊടുത്ത ആ ഒരു വീഡിയോ ഉണ്ടല്ലോ, ആ ഒരു വീഡിയോ ആണ് ഇതിന്റെയൊക്കെ തുടക്കമെന്നാണ്, അതായത് ഇപ്പൊ ഈ ഒരു ചർച്ച വരാനായിട്ടുള്ള മെയിൻ റീസൺ ആ ഒരു വീഡിയോ ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇപ്പൊ പല രീതിക്കുള്ള മീഡിയക്കാർ ഇങ്ങനെ പറഞ്ഞ് ഇപ്പോഴേ അവരെ കല്യാണം കഴിഞ്ഞ്, ആ കല്യാണം കഴിഞ്ഞോ ഇല്ലയോ എന്നൊന്നും നമുക്ക് ഇപ്പോഴും അറിഞ്ഞൂടാ. ജസ്റ്റ് ഓരോരുത്തർ പറഞ്ഞങ്ങ് ഇറക്കണേണ് ഇവരെ കല്യാണം കഴിഞ്ഞ് ഇന്ന സ്ഥലത്ത് വെച്ചാണ് കല്യാണം കഴിഞ്ഞ് ഇന്ന ഡ്രസ്സാണ് അവർ ഇട്ടേച്ചതെന്നൊക്കെ പറഞ്ഞ് ഇവരങ്ങ് പറഞ്ഞിറക്കണേണ്. ഇതിനൊക്കെ വല്ല സത്യാവസ്ഥ ഉണ്ടോ ഇല്ലയോ ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല. എന്നാൽ അവരെവിടെയും ഉറപ്പിച്ച് പറഞ്ഞിട്ടില്ല അവരെ കല്യാണം കഴിഞ്ഞെന്നോ അങ്ങനത്തെ സംഭവം ഒന്നും അവർ പറഞ്ഞിട്ടില്ല. ഇവരൊക്കെ ചുമ്മാ ഓരോ ഇത് വെച്ചിട്ട് അങ്ങ് ഇറക്കണേന്നാണ് എനിക്ക് തോന്നുന്നത് കണ്ടിട്ട്. പിന്നെ അവര് തന്നെ ഒരു ഇന്റർവ്യൂവിനകത്ത് ഇതിന് മുന്നേ പറഞ്ഞൊരു സംഭവം ഉണ്ടായിരുന്നു, ഞാൻ ഇവിടെ വെച്ചിട്ടുണ്ടായല്ലോ, അതായത് എന്റെ ഇപ്പൊ മോളുടെ കല്യാണത്തിനെ പറ്റി തന്നെ പറയാൻ പറ്റുള്ള, മോളുടെ കല്യാണത്തിനെ പറ്റി പറയുമ്പോൾ തന്നെ എന്നെ പിടിച്ച് കെട്ടിച്ചു വിടുക ആൾക്കാര്, അങ്ങനത്തെ രീതിക്കൊക്കെ തമ്മിലൊക്കെ അടിച്ചിറക്കും എന്നൊക്കെ ഉള്ള രീതിക്കാണ് പുള്ളിക്കാരി പറയുന്നത്. അപ്പൊ ആ ഒരു ഫേക്ക് ന്യൂസ് കൊടുക്കുന്നവരെ ദൈവം ഇത് വിശ്വസിക്കാണ്ടിരിക്കാന്ന് മാത്രമേ എനിക്ക് ഒരു വിഷയത്തിനകത്ത് പറയാനുള്ളൂ. അപ്പൊ എന്താണ് ഇതിനെപ്പറ്റി നിങ്ങൾക്ക് പറയാനുള്ളത് വീഡിയോയുടെ കണ്ടാൽ വീഡിയോ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരേക്ക് ബിസി.